ട്രേഡിംഗ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ട്രേഡ് ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം ഒരു ട്രേഡിംഗ് ജേണലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റോളം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അത് മ്യൂട്ടായി പോയതാണ്. പിന്നീട് അത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് ട്രേഡിംഗ് ജേണലിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു പാർട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും കാണുവാൻ ശ്രമിക്കുക. ഈ ഒരു ട്രേഡിംഗ് ജേണലിൽ നിങ്ങളിവിടെ ഈ ഒരു ഭാഗത്ത് ക്യാപിറ്റൽ എത്രയാണ്, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ, ഒരിക്കലും നിങ്ങളുടെ ഫുൾ ക്യാപിറ്റൽ എടുത്തു വെച്ച് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ 10 ലക്ഷം രൂപ എടുത്തു വെച്ച് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾ ഒരു ദിവസം, നിങ്ങളിപ്പം സ്ഥിരമായിട്ട് ഇപ്പം ഒരു 10 ലോട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ 10 ലോട്ടിന് മാത്രം, അല്ലാണ്ട് ഇന്നൊരു 10 ലോട്ടും നെക്സ്റ്റ് ഡേ നിങ്ങൾ പോയിട്ട് 20 ലോട്ടും എടുക്കല്. പൈസ കൂടുതൽ കിടപ്പുണ്ടല്ലോ, എപ്പോഴും നിങ്ങൾക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിന് റിക്കവർ ചെയ്യാനുള്ള എമൗണ്ട് കൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഫുൾ ക്യാപിറ്റൽ എടുത്ത് വെച്ച് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിവിടെ കൊടുക്കുക. ട്രേഡിംഗ് എമൗണ്ട്, ആ ഒരു ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾ എത്രയാണോ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആ എമൗണ്ട് കൂടെ നിങ്ങൾ എൻട്രി ചെയ്തിടുക. റിസ്ക്, നിങ്ങൾ ഒരു ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ എത്രയാണ് നിങ്ങളുടെ റിസ്ക്. ഇപ്പം 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, ഇന്നേ ദിവസം എനിക്ക് 5000 രൂപ ഒരു ദിവസം ഞാൻ ലോസ് വരുത്തുവാൻ ഞാൻ തയ്യാറാണ് മാനസികമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആ ഒരു 5000, മാക്സിമം 5000 ആണ് നിങ്ങളുടെ ലോസ് എങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ആ ഒരു ലോസിനോടൊപ്പം പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. 5000 രൂപ ഒരു ദിവസം ലോസ് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിങ്ങൾ ട്രേഡിംഗ് നിർത്തുവാനും ശ്രമിക്കണം. അതുപോലെ തന്നെ റിസ്ക് എമൗണ്ട് എത്രയാണ്, പെർസെൻറ്റേജിന്റെ എത്രയാണ് റിസ്ക് എമൗണ്ട് അത് കൊടുക്കുക. 5000 ആണെങ്കിൽ 5000. പ്രോഫിറ്റ്, ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണ് പ്രോഫിറ്റ്. നിങ്ങളിപ്പം ഒരു 5000 ആണ് നിങ്ങൾ ഒരു ദിവസം റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നതെങ്കിൽ നിങ്ങളൊരു 10,000 അല്ലെങ്കിൽ 15,000 അതായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ്. 1:3 ആ ഒരു റേഷ്യോ എത്രയാണോ റേഷ്യോ അതിന്റെ ഒരു പ്രോഫിറ്റ് ലോസ് ഇവിടെ കൊടുക്കുക. ആ ഒരു പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് മര്യാദയ്ക്കിരിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും നല്ല മാർക്കറ്റ് ആണല്ലോ, വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, വീണ്ടും ട്രേഡ് ചെയ്യാം. ഒരിക്കലും അത് പാടില്ല. കൃത്യമായിട്ട് ഈ ഒരു ട്രേഡിംഗ് ജേണൽ യൂസ് ചെയ്ത് നിങ്ങൾ 2-3 ദിവസം യൂസ് ചെയ്തിട്ട് കളയരുത്. നിങ്ങൾ മാക്സിമം കുറേ മാസങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കലി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങും. കൃത്യമായിട്ട് നിങ്ങളൊരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ട്രേഡറായിട്ട് നിങ്ങൾ മാറും. ഈ ഒരു ട്രേഡിംഗ് ജേണൽ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ട്രേഡിംഗ് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതിൽ ഡേറ്റ് ഉണ്ട്, ഡേ, ടൈം, സ്ട്രൈക്ക്. നിങ്ങളിപ്പം ഒരു ട്രേഡിംഗ് ഒരു ഓപ്ഷൻ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഒരു സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രൈക്ക് ഇവിടെ എൻറ്റർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു സ്ട്രൈക്ക് നിങ്ങൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പം അറ്റ് ദ മണിയിൽ എടുക്കുന്നവരുണ്ട്, ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നവർ, ഇൻ ദ മണി എടുക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളിപ്പം പെട്ടെന്ന് കയറിയിട്ട് ഇപ്പം ഒരു എക്സ്പയറി ഡേയിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളൊരു ഔട്ട് ഓഫ് ദ മണി ചെറിയ പ്രീമിയത്തിന് നിങ്ങൾക്ക് കിട്ടും. മാർക്കറ്റ് ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ ഹീറോ ആകാം എന്നുള്ള ഒരു ധാരണയിൽ നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി എടുക്കും. അപ്പൊ വൈകിട്ട് ചിന്തിച്ചു നോക്കുക, ഞാൻ എന്തിനാണ് ഈ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. നിങ്ങൾ എപ്പോഴും ഒരു ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും സ്ട്രൈക്ക്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ട്രൈക്ക് പ്രൈസിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും സ്ട്രൈക്ക് മാറ്റിയെടുക്കരുത്. നിങ്ങൾ സ്ഥിരമായിട്ട് ഏത് സ്ട്രൈക്ക് ആണോ, OTM ആണോ ATM ആണോ, അപ്പം ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഇവിടെ നിങ്ങൾ കൊടുക്കുക. ബൈ ആണോ സെല്ലാണോ ചെയ്യുന്നത്, ക്വാണ്ടിറ്റി എപ്പോഴും നിങ്ങൾ ക്വാണ്ടിറ്റി, ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരേ പ്രീമിയത്തിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കണം. ഒരേ പ്രീമിയത്തിലും ഒരേ ക്വാണ്ടിറ്റിയിലും നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 100 രൂപയുടെ ഒരു സ്ട്രൈക്കാണ് ഇന്നെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് ഉണ്ട്, ഇത്ര രൂപയാണ് നിങ്ങളുടെ റിസ്ക് റിവാർഡ്. അപ്പം എല്ലാ ദിവസവും സെയിം ക്വാണ്ടിറ്റി, ഇപ്പോൾ ഒരു 10 ലോട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചോളൂ. 10 ലോട്ടിൽ ഇപ്പം നിഫ്റ്റിയിൽ 10 ലോട്ടിൽ 10 രൂപയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 7500 രൂപ വരും സ്റ്റോപ്പ് ലോസ് ഇല്ലേ, 10 ലോട്ടിൽ.
അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ സെയിം ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് തിരഞ്ഞെടുക്കുകയും, അതായത് ഒരു 100 രൂപയ്ക്കും 120 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരേ സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾ കണ്ടിന്യൂ എല്ലാ ദിവസവും തിരഞ്ഞെടുക്കുകയും കൃത്യമായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ക്വാണ്ടിറ്റിയും സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7500 എന്നുള്ള ഒരു സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ആ 7500 വരുന്നത് വരയ്ക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടാകും. 7500 രൂപ ഞാൻ നഷ്ടം സഹിക്കാൻ തയ്യാറാണ് എല്ലാ ദിവസവും. അതിന് താഴെ പോയാൽ മാത്രമേ നിങ്ങൾ അവിടെ വെച്ച് എക്സിറ്റ് ആകുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ 15000 അല്ലെങ്കിൽ 30000 വരേക്ക് ലോസിന് പോവുകയും നിങ്ങളുടെ ടാർഗറ്റ് എത്തുന്നതിന് മുന്നേ നിങ്ങൾ എക്സിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ സ്ട്രാറ്റജി വർക്കാവില്ല. അപ്പം കൃത്യമായിട്ട് എപ്പോഴും നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയിലും ഒരേ സ്ട്രൈക്ക് പ്രൈസിലും ഒരേ പ്രീമിയത്തിലും നമ്മളെപ്പോഴും ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പം ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുക, എൻട്രി എത്രയാണ്, SL എത്രയാണ്, നിങ്ങളുടെ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ടാർഗറ്റ് എത്രയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതൊക്കെ എന്ന് പറയുന്നത് ഒരു ട്രേഡ് അവസാനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഇതുവരെ ഉള്ളത് ടാർഗറ്റ് എത്തുന്നവരേക്കുമുള്ള ഈ ഒരു കോളം വരയ്ക്കും ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. ഇത് ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ചാണ്. ഒരു സ്ട്രാറ്റജി അനുസരിച്ചുള്ള ബൈയും സെല്ലും എൻട്രിയും ടാർഗറ്റുമാണ് ഇതുവരെ വരുന്നത്. അത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചുള്ളതാണ്. ഇനിയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തിനെ മാറ്റുന്നത്. എക്സിറ്റ് ആയിക്കഴിഞ്ഞു ഇല്ലേ, ചിലപ്പോൾ ലോസിലായിരിക്കും, ചിലപ്പം പ്രോഫിറ്റിലായിരിക്കും. വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ള കോളത്തിലുള്ളത്. ഇതെല്ലാം നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യേണ്ടതാണ്, പക്ഷേ വൈകുന്നേരം ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പോയിന്റ് ഗെയിൻ ലോസ്, ലാഭമാണോ നഷ്ടമാണോ, പ്രോഫിറ്റ് ലോസ്, SL ആണോ ടാർഗറ്റ് ആണോ, കാരണം എന്താണ്. നിങ്ങളൊരു എൻട്രി എടുക്കുമ്പോൾ അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ എഴുതി വയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളവിടെ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഒരു ജേണലായിട്ട് എഴുതി ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ ഇപ്പോൾ നമ്മുടെ എൻട്രി എത്തുന്നതിന് മുന്നേ ഇപ്പം നിങ്ങൾ അവിടെ ഒരു എൻട്രി സോൺ വരച്ചിട്ടേക്കാണ്. എൻട്രി സോൺ എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് തോന്നുകയാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് റിവേഴ്സ് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചാടി കയറി എൻട്രി എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ച് നിങ്ങൾ വരച്ചു വെച്ച എൻട്രി ലെവലിലോട്ട് വരികയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ഓൾറെഡി നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് അനുസരിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ എഴുതുന്നത്, എൻട്രി റീസണിൽ നിങ്ങൾ എന്താ എഴുതുക, നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ചല്ല, നിങ്ങൾ ഓവർ കോൺഫിഡൻസോട് കൂടി റോങ് എൻട്രി ആയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടം വന്നത്. നിങ്ങൾ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഈ ഒരു ട്രേഡിംഗ് ജേണൽ എടുത്ത് വെച്ച് വായിക്കുകയാണ്. തെറ്റാർക്കാണ് പറ്റിയത്, മാർക്കറ്റിനല്ല. തെറ്റ് പറ്റിയത് നമ്മുടെ സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനാണ് തെറ്റ് പറ്റിയത്. നെക്സ്റ്റ് ഡേ ഇത് ആവർത്തിക്കുവാൻ പാടില്ല. അപ്പം ഈ ഒരു കോളം എന്ന് പറയുന്നത് എൻട്രി റീസണും റീമാർക്കും. എൻട്രി റീസണിൽ നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ എൻട്രി എടുത്തതെങ്കിൽ റിമാർക്കിൽ എഴുതി വെക്കുക, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇന്ന് ഞാൻ നഷ്ടത്തിലായത്, നാളെ ഞാൻ ഇത് ആവർത്തിക്കില്ല. ഇങ്ങനെ ഒരു 10 ദിവസം പറ്റുമെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൂടെ ഇത് കാണിക്കുക. നിങ്ങൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോ മക്കളെയൊക്കെ അടുത്തിരുത്തി കാണിച്ചു കൊടുക്കണം. ഇന്ന് എനിക്ക് തെറ്റ് പറ്റാനുള്ള കാരണം ഇതാണ്, ഞാനിന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. അവര് ചെവിക്ക് പിടിച്ച് 2 നുള്ളൊക്കെ തരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 2ാമത്തേത് 3ാമത്തെ ദിവസം പഠിക്കും. ഒരിക്കലും നമ്മുടെ സ്ട്രാറ്റജി അല്ല ഫെയിൽ ആവുന്നത്. നമ്മളൊരു സ്ട്രാറ്റജി കുറേ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സാണ് അവിടെ പതറുന്നത്. ആ മനസ്സ് പതറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ട്രേഡിന്റെ എൻട്രി റീസൺ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എൻട്രി റീസൺ മാത്രം നിങ്ങൾ എല്ലാ ദിവസവും മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷമോ രാത്രിയോ ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, അതെങ്ങനെ തിരുത്തി മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇതെല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കണം. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ എന്തിനിത് എഴുതണം, ഇത് ആരെ കാണിക്കാനാണ് ഇത് എഴുതേണ്ടത് എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. ഈ പഴയ ചില ആൾക്കാരുണ്ട്, ഇപ്പോഴും പലരും ഇത് ചെയ്യുന്നുണ്ട്. എന്താണ്, വരവ് ചിലവ് കണക്കുകൾ. ചിലര്
1 രൂപയുടെ ഉപ്പ് വാങ്ങിച്ചാൽ പോലും കണക്ക് എഴുതി വെക്കുന്നവരുണ്ട് വീട്ടു ചെലവിൽ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും പിശുക്കനാണോ എഴുതി വെക്കാൻ വേണ്ടി, ഇത് ആരെ കാണിക്കാനാണ് കണക്ക്? അവരൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവരുടെ വരുമാനത്തിനനുസരിച്ച് ചെലവ് ചെയ്യുന്നവരായിരിക്കും. ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ മാസത്തിലും എവിടെയാണ് ചെലവ് കൂടിയതെന്ന് അവരറിയാൻ വേണ്ടിയിട്ട്, ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് അവർ എഴുതി വയ്ക്കുന്നു. അതുപോലെയാണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ജേർണൽ എന്ന് പറയുന്നത്. നമുക്ക് എവിടെ തെറ്റ് പറ്റി, എവിടെ എന്തുകൊണ്ട് നഷ്ടം വന്നു എന്നൊരു തിരിച്ചറിവ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു അസുഖം, ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അസുഖമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആദ്യം അത് പരിഹരിക്കുക, എന്നിട്ട് ട്രേഡിങ്ങിലോട്ട് കടക്കുക. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. താങ്ക് യു.